ഇങ്ങോട്ട് നോക്കൂരാത്. ഇതാണ് ഗൈസ് ഓവറോൾ ലുക്ക്. ഭയങ്കരമായ ചെയറാണ് ഗൈസ്. നമുക്ക് പടം വരയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ചെയർ. ബട്ടർഫ്ലൈക്ക് കൊമ്പുണ്ടാക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ടു വീസ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ തേർഡ് ഇയേഴ്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ തേർഡ് ഇയേഴ്സ് ആണ്. ഞങ്ങളുടെ ഫെയർവെല്ലിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിന് ഞങ്ങൾക്ക് സെക്കൻഡ് ഇയേഴ്സും പി ജിക്കാരും ഒക്കെ തന്ന അവരുടെ എഫേർട്ട്, കാര്യങ്ങൾ, പിന്നെ ഫെയർവെൽ എങ്ങനെ ഉണ്ടായി എന്നത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടിച്ചാ പൊട്ടുന്ന മലയാളമാണ് ഇവര് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് വായിച്ചെടുക്കാൻ നമ്മുടെ തേർഡ് ഇയേഴ്സ് കുറച്ച് പാടുപെട്ടു. ഇത് നമ്മുടെ റെനിയാണ് ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇതോട് കഴിഞ്ഞ് മടുത്ത റെനി പിന്നെ തളർന്നു പോയി എന്റെ പല്ല്. അതിപ്പോ നിനക്ക് എങ്ങനെ ഈ കവറൊക്കെ ഉണ്ടാക്കാനുള്ള ഈ ഒരു ബുദ്ധി വന്നത്? നിന്റെ ബുദ്ധി വെച്ച് ഇതിനൊന്നും ടീച്ചർ വർക്ക് എക്സ്പീരിയൻസിന് പഠിപ്പിച്ചതാണ്. വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറുടെ പേരൊന്നും എനിക്കറിയില്ല. റിന്റെ ടീച്ചറാണോ? എന്നിട്ട് എന്നിട്ട് ആ സമയത്ത് എന്താണ് നമ്മ കടയിലൊക്കെ ഇതുണ്ടാക്കി വിറ്റോടൊക്കെ നമുക്ക് കാശൊക്കെ കിട്ടുമായിരുന്നു. ഒന്നൊക്കെ ഉണ്ടായിക്കൊണ്ട് നമുക്ക് 2 രൂപ വെച്ചിട്ടുണ്ട്. ഒരു 10 രൂപ നമ്മൾ എന്തോരം പൈസ ഉണ്ടാക്കാം? എത്ര എടുക്കാം? 2 രൂപ കൊണ്ട് കോടീശ്വരി ആയനെ. പക്ഷെ എന്ത് ചെയ്യാം, വോളിബോളിൽ ഇറങ്ങിപ്പോയി ബിസിനസ് നിന്നുപോയി. ഇനി നിങ്ങൾക്ക് വീണ്ടും കവറുകൾ വേണമെങ്കിൽ നമ്മുടെ വീസ്വയിൽ ഇത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. അനുപം ബിസിനസ് ആരംഭിക്കുന്നതാണ്. ഇതിൽ ഏത് കളറാണ് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടായേ? ഗൈസ്, ഇപ്പോൾ സമയം 12 മണി ആയിരിക്കുകയാണ്. എല്ലാരും നാളെ കഴിഞ്ഞത്തെ ഫെയർവെല്ലിന് വേണ്ടി ഇവിടെ പ്രിപ്പറേഷനിലാണ്. രാധ കുറച്ച് പണികളിലാണ് ഗൈസ്. പഠിക്കാനാണെന്നുള്ള രീതി രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ടുണ്ട്. ആള് ടാക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ടാക്സ് എന്താണെന്നൊന്നും അറിയത്തില്ല. ഈ വർഷം പാസ്സാവാൻ നമുക്ക് കണ്ടറിയാം ഗൈസ്. ബാക്കി ഇവിടെ പണികൾ നടത്തുകയാണ്. നമ്മുടെ മഞ്ഞയുണ്ട്. റിനിയാണ് ഇവിടുത്തെ ചാർജ്, ക്രാഫ്റ്റ് വർക്കിന്റെ ചാർജ്. ക്രാഫ്റ്റിന് റിനിക്ക് വളരെ നല്ല കഴിവുകളാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇത് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല. കൊമ്പ് വേണം, കൊമ്പ്. ഇപ്പോൾ നിങ്ങൾ പറ, ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ബട്ടർഫ്ലൈ ആണ്, റിനിയുടെ കലാവിരുതുകൾ. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ് ഇവിടെ കാണുന്നത്. നമ്മുടെ സൈമൺ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അനുപം എഴുതിയതാണ് ഗൈസ്. അതില് വെച്ചേക്കുന്ന ആ ഒരു കുഞ്ഞു പൂവില്ലേ ഗൈസ്, ഈ ഒരു കുഞ്ഞു പൂവ് നമ്മുടെ സായിയുടെ കഴിവാണ് ഗൈസ്. നമ്മുടെ റെനിയുടെ ബൊക്കെയാണ് ഗൈസ് ഇത്. ഈ ബൊക്കയ്ക്ക് ഇനി നിങ്ങൾക്ക് ഓർഡർ വേണമെങ്കിൽ റെനീനെ സമീപിച്ചോളാം. ഇതൊരു അസ്തറ്റിക് വൈബിലെ ഗൈസ്. ഇത് നമ്മുടെ രാധ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാധ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കുകയാണ്. കളർഫുൾ ബട്ടർഫ്ലൈസ് ഇവിടെ മാത്രമാണ് ഗൈസ് ഉണ്ടാക്കാൻ പറ്റും. ബട്ടർഫ്ലൈക്ക് കൊമ്പ് ഉണ്ടാക്കുന്നത്. ബട്ടർഫ്ലൈയുടെ കൊമ്പ് ഇതെങ്ങനെയാ വർക്കാം? ഇപ്പോൾ സമയം ഏകദേശം 12 മണിയൊക്കെ ആയി ഗൈസ്. ഇന്നലെ നമ്മൾ ഉറങ്ങിയത് 12 മണിക്കായിരുന്നു. 2 ദിവസമായിട്ട് നമ്മൾ 12 മണി വർക്കാണ് ഗൈസ്. 1 മണിയൊക്കെ ആവും വർക്ക് തീരുമ്പോൾ. ഇന്നിപ്പോ നാളെയല്ലേ ലാസ്റ്റ്. ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള ഗൈസ് നമ്മുടെ ഇവന്റിനുള്ളൂ. ഇത് രാധ എന്താണ് ഈ ഉണ്ടാക്കുന്നത്? രാധ രാധയുടെ കിരീടം സൈമന്റെ തലയിൽ ചൂടിക്കുകയാണ്. ഓക്കെ,
ഇത് ചൂടിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയൂ. രാധ കൈ മാറ്റൂ. ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ഇൻഡോറിലെത്തി പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സായി കഷ്ടപ്പെട്ട് എത്താത്ത ഹൈറ്റിലോട്ട് കഷ്ടപ്പെട്ട് റീച്ച് ചെയ്യാണ് ഗൈസ്. ദേ അവിടെ നമ്മുടെ റെനി മണ്ടയില് നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ റെനിയുടെ അധ്വാനം. റെനി ഇന്ന് രാവിലെ തൊട്ട് നിർത്താതെ പണിയെടുക്കുകയാണ് ഗൈസ്. ഐ ഡി കെട്ടേണ്ടി വരുന്നു നമ്മള് സംഭവം കംപ്ലീറ്റ് ആവാൻ പോവാണ്. വീഡിയോ എടുക്കുന്ന നേരം ലച്ചുവിന്റെ പണി നിങ്ങൾ കാണുന്നുണ്ട് ഗൈസ്. എന്ത് ഗൈസ്, അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ നമ്മൾ സക്സീഡ് ആയി ഗൈസ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഫെയർവെല്ലിന്റെ. ഇതാണ് അവരുടെ എൻട്രി ഡോറ്. ഇതിലൂടെയാണ് അവർ വരുന്നത്. അടിപൊളിയായിട്ടില്ല ഗൈസ്? നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക ഗൈസ്. ഇത് എങ്ങനെയുണ്ടെന്ന് ഇതിന്റെ ഓവറോൾ ലുക്ക്. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது அதை எழுத நினைக்கையில் வார்த்தை முட்டுது கண்மணி அன்போடு காதலன் நான் எழுதும் பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு വെൺമേഘം മെല്ലെ പൊഴിയുമോ മഴവില്ലിൽ മോഹം നിന്നുമ്പോൾ നെയ്യാകെ മൂടും നനവായി പെയ്യുന്നിതാരോ താനേ നീ തെന്നി തെന്നി ഒഴുകവേ കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ അപ്പൊ അടുത്തൊരു ഗെയിമാണ്. തേൻ തുള്ളി തൂകും നിമിഷമേ മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ
മഴയിൽ തുളി കണ്ണും കഴിയും ഞാൻ